അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ ജസീലിൻ്റെ കൂടെ പുറപ്പെട്ടിട്ട് 3-4 ദിവസമായി. ജസീലിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവന് എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടും നല്ല ഹോട്ടൽ റൂമിലുള്ള ജീവിതവും ഫുഡും എൻജോയ്മെൻറ്റും എല്ലാമായിട്ടും സിനാൻ്റെ സംതൃപ്തി അത് മുഴുവനാകുന്നില്ല എന്ന കാര്യം ജസീലിന് മനസ്സിലായി തുടങ്ങി. പറയടാ, നിനക്ക് എന്താ എന്നോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ച് ആ ദർസിൽ പഠിച്ചിരുന്ന കാലം നിനക്ക് ഓർമ്മയുണ്ടടാ? എന്ത് രസമായിരുന്നില്ലേ? ഞാനും നീ ഒറ്റക്കെട്ടായിരുന്നു. അല്ലടാ, നീ അതിനിടയ്ക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചുല്ലേ? അതൊന്നും ഞാനൊന്നും അറിഞ്ഞതുപോലുമില്ല. എടാ, അതൊന്നും എനിക്കറിയിക്കുക. നീ എവിടെയാണെന്ന് നമ്പർ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ. അല്ല, ഇപ്പം നിൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? നിനക്ക് ഇത്രമാത്രം സൗകര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഇപ്പം എന്താ ഒന്നാണ്. നീ എനിക്കും ഞാൻ നിനക്കും. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നതും അതുപോലെ താമസിക്കുന്നതും ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതൊക്കെ. പക്ഷെ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയൊരു ഭാരം തങ്ങി നിൽക്കുന്നുണ്ട്. നിൻ്റെ ആ മുഖം കണ്ടാൽ മനസ്സിലാവും. എടാ, എൻ്റെ മുഖം നിനക്ക് എന്താ മനസ്സിലായത്? മുഖത്ത് നോക്കിയിട്ട് പറയടാ. ശരിക്കും പറഞ്ഞാൽ അതാ സിനാൻ കരയുന്നുണ്ടായത്. എന്തടാ കരയുന്നത്? അയ്യേ, ആണുങ്ങൾ കരയാൻ പാടുണ്ടോടാ? ഞാനൊക്കെ പുറം ലോകത്തൊക്കെ പോയിട്ട് പഠിച്ചൊക്കെ വന്നിട്ട് എനിക്കതല്ല അങ്ങോട്ട് എന്ത് തന്നെ വലിയ ഷോക്ക് ഏറ്റാലും തന്നെ മനസ്സിനൊരു ഉറപ്പുണ്ടായതുകൊണ്ട് കണ്ണിൽ നിന്നൊരൊറ്റ കണ്ണുനീര് വരില്ല. എടാ, ഹൃദയത്തിൽ തട്ടിയത് എന്തെങ്കിലും ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൃദയം പൊട്ടിപ്പോവും. എൻ്റെ ഹൃദയം പൊട്ടിയിട്ടാണ് ഈ കണ്ണുനീര് വരുന്നത്. സിനാനെ പറയടാ. നീ പറയില്ലെങ്കിൽ ഞാനും നീയുള്ള കൂട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് എന്താ വരാനായില്ലെന്ന് ചോദിച്ചിട്ട്. സിനാൻ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. അല്ലടാ, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി? നേരത്തെയും വിളിച്ചപ്പോൾ കിട്ടുന്നില്ലല്ലോ. എന്തിനടാ? ആർക്ക് വേണ്ടി? എന്തിനാണ് എൻ്റെ ഫോണെ ഓണാക്കുന്നത്? എന്തിന് പറ. അപ്പം നിൻ്റെ വൈഫ്, ഉമ്മ, പെങ്ങൾ, വീട്ടുകാർ, ഉപ്പ അവരൊക്കെ വിളിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? എടാ, എനിക്ക് വിളിക്കാൻ ആരുമില്ല. വിളിച്ചാൽ തന്നെ ഞാൻ ചീത്ത കേൾക്കേണ്ടി വരും. എന്ത് കാര്യത്തിന്? പറയടാ, നീ എന്താ ചെയ്തത് തെറ്റ്? ജസീലേ, അത് നിന്നോട് പറഞ്ഞാൽ ഒരിക്കലും എനിക്കത് മനസ്സിലാവില്ല. എന്താ, അത്രക്കും വലിയ ക്രിമിനൽ കുറ്റമാണോ ചെയ്തത്? അതെ, ഞാൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്, അത്രക്കും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. അതുമാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവളും കൂടെ എന്നെ പുറത്താക്കി, അവളുടെ ഹൃദയത്തിൽ നിന്നും. അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഞാൻ എവിടെയൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ മുഹ്സിൻ, അവളെനിക്ക് ഇഷ്ടമായിരുന്നു ഒരുപാട്. എൻ്റെ ഭാര്യയാണ് അവൾ. പക്ഷേ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വിധി കിട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസം നിന്നപ്പോഴേക്കും വീട്ടിൽ പ്രശ്നങ്ങളാണ്. എങ്ങോട്ടും പോകാൻ പാടില്ല, ടൂർ പോകാൻ പാടില്ല, എവിടെ പോയാലും വിളിയാണ്. എവിടെ നീ? അങ്ങനെ ചോദിച്ചിട്ട് ആരാ നിന്നിങ്ങനെ ഇത്രയധികം പ്രലോഭിപ്പിക്കുന്നത്? അത് ഞാനെന്തിനാ പറയുന്നത്? ആരുമില്ല. പിന്നെ പറയടാ. ഞാൻ പറയുന്നത് ശരിയല്ലടാ. അങ്ങനെ പറയാൻ പാടുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളങ്ങനെ പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ കൂടെ 1 മാസം അന്ന് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടിച്ച്, അതും കുറേ ദിവസം അവളുടെ വീട്ടിൽ, കുറേ എൻ്റെ വീട്ടിൽ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ റിസോർട്ട് എടുത്ത് താമസിക്കാൻ പോകും വല്ലപ്പോഴൊക്കെ. എന്നാൽ തന്നെ അതിന് വലിയ ചീത്തയും കാര്യങ്ങളാണ്. ഒരിക്കലും സമാധാനത്തിൽ ഒരു രാത്രി പോലും നിന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നത്? കെട്ടിയ പെണ്ണിൻ്റെ കൂടെ സമാധാനത്തിൽ നിനക്ക് ജീവിക്കാതെ ഒരു സാധിച്ചിട്ടില്ലെന്നോ? അതെടാ, ഞാൻ ഗൾഫിലേക്ക് പോയിട്ട് അവളെ കൊണ്ടുവന്നാൽ മതി എന്ന് വരെ പറഞ്ഞു വീട്ടുകാരെന്ന് വെച്ചാൽ ആരാണ് നീ ഉദ്ദേശിക്കുന്നത്? സ്വന്തം ഉമ്മയുടെ പേര് പറയാൻ അവൻക്ക് താല്പര്യമില്ല. എന്തൊക്കെ തന്നെയായാലും പെറ്റുമ്മയല്ലേ.
വെറുപ്പിക്കുന്നതും ഒരാളുടെ മുമ്പിൽ കുറ്റം പറയുന്നതും ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അവനതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പറ. ഞാൻ ഗൾഫിൽ പോയിട്ട് എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നാൽ മതി, അതൊക്കെയാണ് വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾ. അപ്പം എന്താടാ അങ്ങനെ? അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ ഗൾഫിലേക്ക് പോയതിൻ്റെ ശേഷമല്ലേ എല്ലാ ഭാര്യമാരും? അതെടാ, ഗർഭിണിയാകും എന്ന് ഭയന്നിട്ടായിരിക്കും. പക്ഷേ കരയാതെ കാര്യം പറയടാ. എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അതെങ്ങനെ? ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിരുന്നു. ഉമ്മ പറഞ്ഞു പോണ തലേ ദിവസമൊക്കെ വന്നാൽ മതി എന്നവൾ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഞാൻ പോവല്ലേ, നാളെ കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ലോ അല്ലല്ലോ, കടൽ കടന്ന് പോവണ്ടേ അങ്ങ് സൗദി അറേബ്യയിലേക്ക്. പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. ഞാൻ അവളെയും കൊണ്ട് പോയി റിസോർട്ടിലേക്ക്. അല്ലാതെ എന്ത് ചെയ്യും? ഒരു സുഖവും സമാധാനമില്ല. ഇവിടെ എത്തോളം ചീത്ത കിട്ടും. വീട്ടിൽ അവളെയും കൊണ്ട് വന്നപ്പോഴും ചീത്ത തന്നെയാണ്. എവിടെ പോയി കിടക്കായിരുന്നു, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗൾഫിലേക്ക് പോയി. എൻ്റെ ഭാര്യ വിചാരിച്ചതും ഞാൻ വിചാരിച്ചതും പടച്ചോനെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഇടയിലൊരു കുഞ്ഞ് വേണമെന്നാണ്. ഒരു കുഞ്ഞുണ്ടാകുക എന്ന സ്വപ്നം അത് ഏതൊരു ആളുടെയും സ്വപ്നമാണല്ലോ. ഞങ്ങൾക്കും അതെ. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് പെട്ടെന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബമെങ്കിലും വളർത്താലോ, നമ്മുടെ ഒരു സ്നേഹബന്ധം നിലനിർത്താലോ. ആരൊക്കെ തന്നെ എതിർക്കാൻ ശ്രമിച്ചാലും. എടാ, എന്നിട്ടെന്തായി? അതെ, ഞാൻ കാത്തിരുന്നു. അവരുടെ ഓരോ ഡേറ്റും കാര്യങ്ങളും അതെല്ലാം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. പ്രതീക്ഷയോടെ 1.5 മാസമായിട്ടും എൻ്റെ ഭാര്യ, അവൾക്ക് പീരീഡ്സൊന്നും ആയില്ല. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എൻ്റെയും അവളുടെയും ജീവിതത്തിൽ വളർന്നു. ഞാൻ പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. പടച്ചോനെ, അൽഹംദുലില്ലാ റബ്ബേ, ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നീ ഞങ്ങൾക്ക് തരികയാണല്ലോ. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. നീ കരയാതെ കാര്യം പറയടാ. പറ, നീ ഇങ്ങനെ കരയല്ലേ? എന്താ, അതിപ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ? ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തത്. നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഭാര്യ ഗർഭിണി എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുള്ള, ജീവിതത്തിൽ വലിയൊരു ഹാപ്പിനെസ്സാണത്. ആ ഒരു ഗുഡ് ന്യൂസ്, നമ്മളൊരു ഉപ്പയാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പിതാവാകാൻ പോകുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസ്, അത് ഏതൊരു യുവാവും അല്ലെങ്കിൽ യുവതിയും ആഗ്രഹിക്കുന്നതാണ്. ഞാനൊരു ഉമ്മയാകാൻ പോവുക. അതെടാ, ഞാനും ആഗ്രഹിച്ചതാണ് ഒരുപാട്. സിനാനെ, എന്നിട്ട് എന്താ പറ്റിയത്? നീ വിഷയത്തിലേക്ക് കടക്ക്. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചത്? പറയടാ. ഞാൻ എന്തിനാടാ എൻ്റെ വിഷമങ്ങൾ നിന്നോട് പറയണത്? ആയിക്കോട്ടെ. എടാ സിനാനെ, നീ എന്നെ അപ്പോൾ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ? ആയിക്കോട്ടെ, നമ്മളൊക്കെ ആദ്യം എന്തെല്ലാം വിഷയങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്നു. പിന്നെ നീയൊരു വഴിക്ക് ഞാനൊരു വഴിക്ക്. നിങ്ങളതിൻ്റെ ഇടയിൽ കൂടെ പണക്കാരായി അല്ലേ? നിങ്ങളുടെ ഉപ്പാൻ്റെ പഴയ തറവാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ മാറി വലിയ ഒരുപാട് സ്ഥലങ്ങളും വലിയ കൊട്ടാരം പോലുള്ള വീടും എല്ലാം വെച്ച് വലിയ പണക്കാരായി മാറി. ഞങ്ങൾക്ക് പിന്നെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് പഠനത്തിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയത്. അതിനിടയിൽ നമ്മുടെ ആ വലിയ സൗഹൃദം പതുക്കെ ഇല്ലാതായി. ഇപ്പോഴിത് നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. മനസ്സിലുള്ളതും വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പരസ്പരം തുറന്നു പറയാം. എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നത് കേൾക്കാൻ എപ്പോഴും തയ്യാറാണ്. സിനാൻ്റെ മുടിയിഴകൾ കൂടി അതാ ജസീൽ പതുക്കെ തലോടി. പറയടാ, ഞാൻ നിൻ്റെ കൂടെ ജനിച്ചിട്ടില്ല, ശരിയാണ്. നിൻ്റെ ജ്യേഷ്ഠനുമല്ല അനിയനുമല്ല. പക്ഷെ കൂടപ്പിറപ്പിൻ്റെ സ്നേഹമാണ് എനിക്ക് നിന്നോട്. എല്ലാം പറയണം. നിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അതറിഞ്ഞു. ഓക്കെ, ഇനി എന്താ? സിനാന് പറയാനേ കഴിയുന്നില്ല. പറയടാ. ഞാനേറെ പ്രതീക്ഷയോടെ ഓരോ ദിവസങ്ങൾ എണ്ണി നിന്നു. എൻ്റെ ഭാര്യയുടെ ഡെലിവറി സമയം വരെ ഞാൻ കണക്ക് കൂട്ടി. ആ മാസം മുതൽ 9 മാസം വരെ എണ്ണി തിട്ടപ്പെടുത്തി. മാഷാ അല്ലാ, എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയം അതുവരെ ഞാൻ ഓർത്തോർത്തിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു. കോളോ?
ആരാണ്? ഉമ്മയായിരുന്നു. പക്ഷെ എനിക്ക് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഉമ്മ എന്തിനായിരിക്കും വിളിച്ചത് എന്ന് വിചാരിച്ചു. പിന്നീട് എൻ്റെ മുഹ്സി എനിക്ക് മെസ്സേജ് അയച്ചു. ഇക്ക. എന്തു പറ്റി മോളെ? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടറെ കാണിക്കാൻ ഞാൻ പറയാട്ടോ ഉമ്മയോട്. അതിനൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തെറ്റിയിട്ടില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണിക്കാം. ഉമ്മയോട് പറയാം, നിങ്ങൾ പോയിക്കോളൂ, കുഴപ്പമില്ല, വേഗം കാണിച്ചു വരുന്നതല്ലേ നല്ലത്. സ്കാനിങ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലൊക്കെ അതിനൊക്കെ 2 മാസമെങ്കിലും ആവണം. ഇതിപ്പോൾ ആകെ 1.5 ആയിട്ടുള്ളൂ. അവൾ അപ്പോഴും സന്തോഷത്തോടെയാണ് അതെന്നോട് പറഞ്ഞത്. എന്നാൽ ഈ വിവരം ഞാൻ ഉമ്മയോട് വിളിച്ചു പറഞ്ഞു. ഉമ്മ ഫോണെടുത്തു. ഉമ്മ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, പിന്നെ അതങ്ങ് കട്ടായിപ്പോയി, പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. മോനെ. ഉമ്മ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ തന്നെ. എന്താണ് നീ പറയുന്നത്? അല്ലേ, മുഹ്സി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാനേ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തൊക്കെ വന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരേ. എടാ, അപ്പം അതൊക്കെ ഉറപ്പായോ? ഏറെക്കുറെ. ഉമ്മ, 1.5 മാസമില്ലേ. ഉമ്മ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ഉമ്മക്ക് സന്തോഷമില്ലേ? ഞങ്ങൾക്ക് മക്കളുണ്ടായതിൽ ഉമ്മക്ക് സന്തോഷമില്ലേ? എന്താ എനിക്കറിയണില്ല. തിരിച്ചു വിളിച്ചിട്ടും ഉമ്മ ഫോൺ എടുത്തില്ല. എന്താ റബ്ബേ, ഉമ്മക്ക് ഇത്ര ഒരു പേരക്കുട്ടി ഉണ്ടാകുക, അതും ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ മകന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നതിൽ എന്താ ഇത്ര ഉമ്മക്ക്? ഏതോ ടെൻഷനോടാണോ സന്തോഷം കൊണ്ടാണോ എനിക്കറിയില്ല. ഉമ്മക്ക് അങ്ങനെ ടെൻഷനൊന്നും വരില്ല. ഉമ്മ സന്തോഷം കണ്ട് മുഹ്സിനയുടെ അടുക്കലേക്ക് പോയതായിരിക്കും. മുഹ്സിനയോട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങൾ പറയാനായിരിക്കും. ഒരിക്കൽ കൂടി ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഉമ്മ ഫോൺ എടുത്തു. ഹലോ മോനെ, അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഈ വിളിക്കല്ലേ, കുറച്ച് കഴിയട്ടെ. അതുകൂടി കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇല്ല, ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കങ്ങളായിരിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ, പഠിച്ചോനെ, ഒക്കെ റാഹത്തായി നടക്കണേ അല്ലാ. അതുമാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഉമ്മയുടെ കോള് വീണ്ടും വരുന്നു. എന്തോ ഉമ്മ? മോനെ സിനാനെ കുറച്ച് ദിവസമായി അങ്ങനെ ശ്രദ്ധിക്കണ്. എന്തുമ്മ? ഓൾക്ക് എന്തോ ഒരു ഫോണായിട്ട് എന്തൊക്കെ ഒരു കളിയുണ്ട്. ഞാൻ വരുമ്പോൾ അങ്ങോട്ട് ഓഫാക്കുക, ഞാൻ വരുമ്പോൾ ഒളിപ്പിച്ച് വെക്കുക, എപ്പോഴും ഇതിൽ കുത്തിക്കൊണ്ടിരിക്കുക, പണിക്കൊന്നും ഇങ്ങോട്ട് വരണില്ല. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. എൻ്റെ കുട്ടിയാണെങ്കിൽ പഠിച്ചവനെ ഗൾഫിൽ അക്കരെ നയിച്ചാൻ പോയി കിടക്കണം മരുഭൂമിയിൽ. ഈ പെണ്ണ് ഇവിടെ എന്തോ ഒരു സുഖം ഓൾക്ക് ഇവിടെ. ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീട്, നല്ല സൗകര്യം, കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കൊടുത്ത ഈ ഫോണിൽ അത് വൈഫൈ ഫുള്ള് സൗകര്യം. ഏത് സമയവും ഇതിങ്ങനെ നെക്കിക്കൂട്ടി ഇങ്ങനെ വിളിക്കലും. പൊന്നു മോനെ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ കുട്ടീനെ വിചാരിച്ചിട്ടാണ് ഞാൻ. എനിക്ക് പെയ്യല്ലുള്ളൂ, ഓൾ അങ്ങനെ കാട്ടിയാൽ എനിക്ക് സഹിക്കോ? ഉമ്മയുടെ ആ ഒരു വിളി അതവൻ്റെ കൈകാലുകൾ തളർത്തി കളഞ്ഞു. എടാ, അതോടുകൂടി എനിക്കെല്ലാം സന്തോഷം നഷ്ടമായി. പഠിച്ചോനെ, മുഹ്സി അവള് എന്നെ ചതിക്കോ? ഒരിക്കലുമില്ല. ആ നിമിഷം തന്നെ മുഹ്സിനക്ക് ഞാൻ വിളിക്കുന്നു. അവൾ ഫോൺ എടുത്തില്ല. അപ്പത്തിന് എനിക്ക് മനസ്സിലായി, എൻ്റെ ഫോൺ ഞങ്ങൾ എടുക്കില്ല. വളരെയധികം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് വിളിക്കാനും തോന്നിയില്ല. പലവട്ടം അവളെന്നെ വിളിക്കാൻ ശ്രമിക്കുന്നു, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല. എനിക്കതിന് കഴിഞ്ഞില്ല. നോക്കും ഓൺലൈനിലുണ്ടോയെന്ന്, ഒരുപാട് കരയും. അതൊക്കെ തന്നെ. ഉമ്മയുടെ 2-3 ദിവസം കഴിഞ്ഞു. ഉമ്മയുടെ ഫോണതാ വീണ്ടും വരുന്നു. മോനെ, എടാ, ഓലെന്തോ സ്കൂൾ ബാച്ചോ സ്കൂൾ ടീമോ അങ്ങനെ ചെക്കന്മാരൊക്കെ ആയിട്ട് ഭയങ്കര ആരൊക്കെ ഉണ്ട് അറിയണില്ല മോനെ. എന്നെ കാണുമ്പോൾ ഒളിപ്പിച്ച് വെക്കും. എന്താ മോനെ ചെയ്യുക? ആ ഇടക്ക് അവളുടെ ആങ്ങള അവളെ കൊണ്ടുപോകാൻ വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇവർ തന്നെ കൊണ്ടുവന്നു. അപ്പോഴേക്കും എന്തൊക്കെയാണെന്നോ എനിക്കറിയണില്ല. വീണ്ടും ഉമ്മയുടെ കോളാണ് എനിക്ക് വന്നത്. എടാ സിനു മോനെ. എന്തോ ഉമ്മ, എന്തു പറ്റി? എടാ
പോയടാ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? ഉമ്മ എന്താ പറയുന്നത്? എടാ, ഓൾക്കത് അബോർഷനായി പോയിക്കണം. യാ അല്ലാ, സിനാനെ സഹിക്കാനത് കഴിഞ്ഞില്ല. സത്യമായിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഫോണൊക്കെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ കരഞ്ഞു. അല്ലാ, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ വിഷമം കയറി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അതും നഷ്ടപ്പെട്ടോ? തൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ മുതൽ മനസ്സ് വല്ലാതെ ടെൻഷനായി. ഒരുപാട് ആലോചിച്ച് കരഞ്ഞു. എന്നാൽ അതിനിടയ്ക്ക് അതാ അവളുടെ മെസ്സേജ് വരുന്നു. ഇക്ക, എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കറിയുന്നില്ല എന്താ പറ്റിയത്. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, സാരല്ല, നമ്മൾ ഇനിയും ജീവിക്കുമല്ലോ, ആകെ 1 മാസമല്ലേ ജീവിച്ചത്, ഇനിയുണ്ടല്ലോ സമയം, തുടക്കല്ലേ. അങ്ങനെയൊക്കെ അവളെ ഞാൻ ആശ്വസിപ്പിച്ചു. കാരണം എന്തൊക്കെ തന്നെയാലും വിഷമം ഉണ്ടാവുമല്ലോ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതല്ലേ അതിന്, അപ്പോൾ വിഷമം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഓളെ ഞാൻ ആശ്വസിപ്പിച്ചു. എന്നാലും എന്തൊക്കെ തന്നെയാലും ആയിക്കോട്ടെ, ഞാനില്ലാത്തതുകൊണ്ട് സ്കൂൾ ഗ്രൂപ്പിലേക്ക് കയറിയിട്ട് അവർ ചാറ്റ് ചെയ്ത് സംസാരിക്കേ, ആയിക്കോട്ടെ, അത് സാരല്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീട് എൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞ ആ ഒരു സത്യം കേട്ട് ഞാൻ കരഞ്ഞു പോയി. ആ ഒരു ദിവസം മുതൽ 1.5 മാസത്തോളം അവളോട് ഞാൻ മിണ്ടിയില്ല, പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, വിളിച്ചില്ല, അവളുടെ കോൾ അറ്റൻഡ് ചെയ്തില്ല. അതെന്തിനാടാ? അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യം. മോനെ സിനു, ഉമ്മ കരയായിരുന്നു. എന്തോ ഉമ്മ? മോനെ, പൊന്നു മോനെ, ഓളുള്ള വീട്ടിലേക്ക് പോയിരുന്നു. ആങ്ങളെ കൊണ്ടുവരാൻ വന്നിരുന്നു. ഏതൊക്കെ അറിയില്ല. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോത്തിന് ഇതാ തുടങ്ങിയിരിക്കണോൾക്ക്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഓളത് ഗുളിക കുടിച്ച് കളഞ്ഞു തന്നെയാണ്. ആരാണ് അത് വാങ്ങിക്കൊടുത്തത് അറിയില്ല, ആരാണ് എൻ്റെ ഉത്തരവാദി അറിയില്ല. എൻ്റെ കുട്ടീൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് ആരായിരിക്കും? മോനെ, എന്താടാ ഓള് ചിന്താഗതി ഇങ്ങനെ? ഉമ്മ, ഹേയ്, അങ്ങനെയൊന്നും ആവില്ല. ആടാ, സത്യമായിട്ടും ആ ഗുളികൻ്റെ കടലാസ് ഞാൻ കണ്ടു. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ വിട്ടു തരാം. പൊന്നു മോനെ, ഇനിയെങ്കിലും മനസ്സിലായിക്കോ, ആൾ ശരിയല്ല കേട്ടോ. എൻ്റെ കുട്ടി വേറൊന്നിനെ കെട്ടിക്കോളി. ഉമ്മ, നിങ്ങളെന്തേ പറയുന്നത്? അതെടാ, ഇവൾ ശരിയല്ല, നോക്ക്, ഈ ഗുളിക കുടിച്ചത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടു തന്നു. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര വലിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് വരുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് അബോർഷൻ ആവാനുള്ള. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. സത്യം പറഞ്ഞാൽ അവൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ നശിപ്പിച്ചത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു. മുസി, എങ്കിലും നീ എന്നോട് ഇതെന്തിനു ചെയ്തു? അവൻ കരയുകയായിരുന്നു. പക്ഷേ യഥാർത്ഥങ്ങളൊന്നും അവൾ അറിഞ്ഞില്ല. അവൻ അത് അവളോട് പറഞ്ഞതുമില്ല. അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ. അവൾക്ക് വേറെ ആരോടോ ബന്ധമുണ്ട്. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഗർഭം ഒഴിവാക്കി കളയുവാൻ വേണ്ടിയിട്ട് മെഡിസിൻ ആരോ കൊണ്ടുപോയി കൊടുത്തു. അതവൾ കുടിച്ചു. അത് ഉമ്മ അറിഞ്ഞ് എനിക്ക് ഫോട്ടോ വിട്ടു തന്നു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ആ ദിവസം മുതൽ അവൻ മുഹ്സിനക്ക് വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ല. അവൾ ഓരോന്ന് തിരിച്ചയച്ചു. സിനു, പ്ലീസ്, എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? കരഞ്ഞ് ഓരോന്ന് ചോദിച്ചു. പക്ഷേ അതൊന്നും അവനൊന്നും മിണ്ടിയില്ല. അവന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതെ, മുഹ്സിൻ എന്നെ ചതിച്ചിരിക്കുന്നു. കരുതിക്കുട്ടി അവളുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഉമ്മ പറഞ്ഞതെല്ലാം അതാണ്. അതനുസരിച്ച് സിനാനത് വിശ്വസിക്കേണ്ടി വന്നു. അതിൽ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഗുളിക കണ്ടപ്പോഴാണ് വല്ലാത്ത ടെൻഷനായത്. ആ ഗുളിക, വല്ലാത്തൊരു സങ്കടം. ഉമ്മയോട് വിളിക്കും, പറയും. സിനാനെ ഒരുപാട് കരയും. മോൻ, എൻ്റെ കുട്ടി കരയണ്ട, ഉമ്മ പറഞ്ഞല്ലോ, ഉമ്മൻ്റെ കുട്ടി ഒരു പെണ്ണിനെ കണ്ട് കെട്ടിക്കൊണ്ടെന്നുള്ളതെന്ന്. എന്തിനാണ് ഈ പെണ്ണിനൊക്കെ? ആ അറബിത്തള്ളൻ്റെ പണിയാണ്, എൻ്റെ ബാപ്പാൻ്റെ പണിയാണ്. വേറെ എത്രയോ തറവാട്ട് പറഞ്ഞ പെൺകുട്ടികളുണ്ട് ഇഷ്ടം പോലെ. അവർ കെട്ടിക്കൊടുന്നൂടെ എനിക്ക്? എന്തിനാ ഇവളോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്നോട്ടെ, വേലക്കാരെ നിന്നോട്ടെ. എന്നാലും എൻ്റെ കുട്ടീൻ്റെ ഭാര്യ എന്ന് പറയാൻ വേറൊരാൾ ഇവിടെ വേണം, എന്നാലും ശരിയാവുള്ളൂ. ഉമ്മ നിരന്തരം ഇത് പറഞ്ഞു തുടങ്ങി. എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. എന്നാൽ എൻ്റെ മുഹ്സിനയുടെ നിരന്തരമായ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ അവൾ നിരപരാധിയാണോ എന്ന് വരെ എനിക്ക് സംശയിച്ചു.
ഒരു ദിവസം അവൾ സ്വപ്നത്തിൽ വന്ന് എന്നോട് കരഞ്ഞു പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സിനു, ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഫോണൊന്നും വേണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും ഞാൻ അങ്ങേ ചതിക്കില്ല. എന്തിന്? എനിക്ക് പടച്ച റബ്ബ് നൽകിയ നിഅമത്താണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങളെ ചതിക്കുവാനോ ഒന്നും ഞാനില്ല. എനിക്കെന്നും എൻ്റെ ജീവിതത്തിൽ സിനു മാത്രം മതി. അപ്പോഴെല്ലാം ഉമ്മ അവളോട് പറയുമായിരുന്നു, സിനാനെ കൊണ്ട് വേറെ പെണ്ണിട്ടിക്കണം, അൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് താഴ്ത്തു കൊണ്ടുവച്ചോ. അങ്ങനെയൊക്കെ ഇവൾ കരഞ്ഞു, ഒരുപാട് കരയും. ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം കാണാൻ നിർബന്ധിതയായ ഭാര്യയായി മാറുകയാണ് അവളെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് കൂടിക്കൊണ്ടിരുന്നു. സ്വപ്നത്തിലൂടെ അവൾ വന്ന് പറയും, ഇക്ക, ഞാൻ നിരപരാധിയാണ് കേട്ടോ, എനിക്ക് സിനുവിന് അത്രക്കും ഇഷ്ടമാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സിനുവിൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി എനിക്ക് വേണം. ഇക്ക വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചു, പക്ഷേ എനിക്ക് അങ്ങില്ലാതെ ഒരു ജീവിതമില്ല. നിരന്തരം അവളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ മനസ്സിലേക്ക് സിനാനത വീണ്ടും ഇറങ്ങിച്ചെല്ലുന്നു. പക്ഷേ ഉമ്മ നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ മോനെ, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, റൂമൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞോളാം. ഉമ്മാൻ്റെ കുട്ടി നല്ലൊരു വിവാഹ ജീവിതം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം, അല്ലാതെ ആ പമ്പറന്നോളെ ശരിയാവില്ല കേട്ടോ. എന്നെ ചതിച്ചെന്ന് മാത്രമല്ല, കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനെ വരെ അവൾ നശിപ്പിച്ചു. ഇനി അവളോട് കൂട്ടുകൂടുന്നത് ശരിയല്ല. അവളെ പറഞ്ഞേക്കണ്ട, ഇവിടെ നിന്നോട്ടെ, പണിക്ക് ഇവിടെ നിന്നോട്ടെ, പക്ഷെ ഭാര്യയായിട്ട് ഒരു പെണ്ണിനെയും കൊണ്ടുവരണം, അതാണ് വേണ്ടത്. ഉമ്മയുടെ നിരന്തരമുള്ള ഈ ഒരു സംസാരം അതിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചുലച്ചു. ഇടയ്ക്ക് ഉപ്പ വിളിക്കും, മോനെ, എടാ മുഹ്സി പാവാട്ടോ, നല്ല കുട്ടിയാണ് കേട്ടോ, അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയത് നമ്മൾ വീടിന് നല്ലതാണ്. എനിക്കായാലും ഉമ്മാക്കായാലും എല്ലാ കാര്യത്തിനും പാവാണ്. ഉപ്പയുടെയും ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ സിനാൻ വിചാരിച്ചു, ഞാൻ ആരുടെ വാക്ക് വിശ്വസിക്കും? ഉമ്മ ഒരു ഭാഗത്ത്, ഉപ്പ ഒരു ഭാഗത്ത്, ഞാൻ ഏത് വിശ്വസിക്കും? അപ്പോഴും എൻ്റെ മുഹ്സി പറയുമായിരുന്നു, സിനു, എനിക്ക് സിനു ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഞാൻ എന്നെ സംരക്ഷിച്ചില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ ഭാര്യയായിട്ട് എനിക്ക് മരിക്കോളം കഴിഞ്ഞാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അവരുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വോയിസ് മെസ്സേജുകൾ അത് സിനാൻ കേൾക്കുമ്പോൾ സിനാൻ വിചാരിക്കും, പാവം എൻ്റെ ഉപ്പ പറയുന്നത് സത്യമാണ്, മുഹ്സിന് പറയുന്നതും സത്യമാണ്, പക്ഷേ എൻ്റെ ഉമ്മ പറയുന്നതിൽ എന്തൊക്കെയോ കളവുകളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്, ഒരു പെണ്ണിനെ ഉമ്മാക്ക് വേണ്ടി സെറ്റാക്കണം എന്നുള്ളത്. ആഹാ, എന്നിട്ട്? അതെ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്കൊരു പെണ്ണിനെ സെറ്റാക്കേണ്ടി വന്നു. അല്ലടാ, ആ പെണ്ണ് അപ്പം ഏതാ? ഒന്നുമല്ല, അവൾ അറബി വീട്ടിലേക്ക് പണിക്ക് വന്ന ഒരു പെണ്ണാണ്, കാണാൻ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ ഹസ്ബൻഡ് മരിച്ചതാണ്, ഒരു കുഞ്ഞുണ്ട്. നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് അവൾ അറബി വീട്ടിലേക്ക് ജോലിക്ക് വരികയാണ്. പക്ഷേ അറബി വീട്ടിൽ അവൾക്ക് കഷ്ടപ്പാടാണ്, ഒരു സുഖമില്ല, സാലറി ഇല്ല, എപ്പോഴും ഉപദ്രവം. കാണാനാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ളൊരു കുട്ടി, ശരിക്കും നല്ലൊരു ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കുലീന സ്ത്രീ, കുലീന കുടുംബത്തിൽപ്പെട്ട സ്ത്രീ. അറബിയുടെയൊക്കെ ഉപദ്രവം സഹിക്കവയ്യാതെ അവൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ നാട്ടിൽ എവിടെയെങ്കിലും വീട്ടുജോലി കിട്ടുമെന്ന് എൻ്റെ ഫ്രണ്ട് മുഖേന അന്വേഷിച്ചു. എൻ്റെ ഫ്രണ്ടാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. എടാ, നാട്ടിൽ ജോലിക്ക് ആളാവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇത്രേ നല്ലൊരു പെണ്ണാണ്, കുഴപ്പമൊന്നുമില്ല. അവൾ നാട്ടിലേക്ക് പോയി. എന്നാൽ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, എടാ, എനിക്ക് വീട്ടിലേക്ക് ഒരു ജോലിക്കാരി ആവശ്യമുണ്ട്. ആഹാ, അതിനെന്താടാ, നമ്മുടെ കെയർ ഓഫിൽ നമ്മുടെ അറബി വീട്ടിൽ നിന്ന് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ നോക്കിക്കോടാ. അതുമാത്രമല്ല, ചെറിയൊരു അഭിനയം കൂടി എനിക്ക് വേണ്ടി വരും. അതെന്താ? തൽക്കാലം എനിക്കൊരു നാടകം കളിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവൾക്കുള്ള റോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടുജോലി ചെയ്യല്ല, അവിടെ അടങ്ങി ഒതുങ്ങി വീടിൻ്റെ മുകളിലത്തെ റൂമിൽ ഇരിക്കുക, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വരിക എന്നുള്ളതാണ്. ആഹാ, എന്ത് നാടകമാണത്, കുഴപ്പമില്ലല്ലോ. കാര്യങ്ങൾ അവളോട് വിളിച്ചു പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾ തയ്യാറാണ് എന്നും പറഞ്ഞു. അവൾക്ക് ഗ്യാരണ്ടി ആഭരണങ്ങൾ വാങ്ങിച്ചു നൽകി. കല്യാണം എന്ന പേരിൽ ആക്കി തീർക്കുവാൻ വേണ്ടി കുറച്ച് ആളുകളെയും കൂട്ടി.
ഞാൻ ഗൾഫിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ദിവസം അവൾ വരണം. അവളും അവളുടെ കൂടെയുള്ളവരും അവർക്കൊക്കെയുള്ള ക്യാഷ് ഞാൻ കൊടുത്തോളാം. എങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മയുടെ മനസ്സൊന്ന് നിറക്കാൻ, ഉമ്മയൊന്ന് സന്തോഷിപ്പിക്കാൻ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളൊരു ചെറിയ പെണ്ണാണ്, എന്നാൽ കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ക്യാഷില്ല, ഭർത്താവില്ല. ഭർത്താവ് മരിച്ചതാണ്. ചെറിയ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ നോക്കുന്നത് അവളുടെ ഉമ്മയാണ്. അവൾക്കുള്ള ക്യാഷ് സിനാൻ നൽകാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അങ്ങനെയാണ് സിനാൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ മരുമകളായി അവൾ ആ വീട്ടിലേക്ക് കയറി വരുന്നതും സിനാൻ പറഞ്ഞതിനനുസരിച്ച് നിൽക്കുന്നതും പേര് ഷാഹിന എന്ന് വിളിക്കുന്നതും. അവൾക്കുള്ള മാസത്തിലുള്ള സാലറി സിനാൻ നൽകുന്നുണ്ട്. അവൾക്ക് അവിടെ അഭിനയിക്കുക എന്നുള്ള റോളെ മാത്രമുള്ളൂ. സിനാൻ പറയുമ്പോൾ അവൾക്ക് അവിടെ നിന്ന് പോകണം. അല്ലാതൊരിക്കലും സിനാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല. ശരിക്കും ജസീലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ജസീൽ ഞെട്ടിപ്പോയി. ആഹാ, എന്തൊക്കെയാടേ കേൾക്കുന്നത്? ശരിക്കും വലിയൊരു നാടകം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നുള്ള പേരൊക്കെ അതൊക്കെ അങ്ങനെ ആക്കി തീർത്തു ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും എൻ്റെ പെണ്ണിനെ രക്ഷിക്കണമെന്നതിൻ്റെ പേരിൽ. പക്ഷേ എൻ്റെ ഉമ്മ അപ്പോഴും വെറുതെ വിട്ടില്ല. ഞങ്ങളൊരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല. പല പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ഭിന്നിപ്പിക്കുകയാണ്. കയ്യിൽ നിന്ന് കത്തി വീണത് അത് ഞാൻ വെട്ടിയതാണ്. ഞാനാണ് ആ ഗുളിക കൊടുത്തത്. ഞാൻ പറഞ്ഞിട്ടാണ് ഉമ്മത് കൊടുത്തത്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എൻ്റെ മുഹ്സിൻ നിരപരാധിയാണെന്ന് എനിക്ക് എപ്പോഴേ തെളിഞ്ഞു കഴിഞ്ഞു. എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും നശിപ്പിക്കോ? എല്ലാത്തിനും കാരണക്കാരി എൻ്റെ ഉമ്മയാണ്. പക്ഷേ ആ കേസ് മുഴുവൻ എൻ്റെ പേരിലാണ് കിടക്കുന്നത്. ഞാനാണിതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരൊരിക്കലും എൻ്റെ കൂടെ അവളെ വിടാൻ താല്പര്യമില്ല. അവർക്ക് ഞാൻ എന്താണ് ഇനി ചെയ്യുക? എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ പൊന്നു മോളെ. എനിക്ക് അവളെ തിരിച്ചെടുക്കണം. വൈകാതെ അവർ ഡൈവോഴ്സ് ചെയ്യും. എനിക്കത് സഹിക്കാൻ കഴിയില്ലടാ. അങ്ങനെ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാനിവിടെ ഉണ്ടാവില്ല. എനിക്ക് ഇവിടുത്തെ ജീവിതത്തിനേക്കാൾ നല്ലത് പരലോകമാണ്. ഒരിക്കലും ദുനിയാവ് എനിക്ക് ഹൈറല്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ മരണത്തെ ആഗ്രഹിക്കുന്നു. ഡാ സിനാനെ, പ്ലീസ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ തന്നെയല്ലേ, പെണ്ണ് നിരപരാധിയാണെന്ന് നിനക്ക് തെളിഞ്ഞില്ലേ? നിൻ്റെ കുട്ടിയൊന്നും തെറ്റ് ചെയ്യില്ല നിനക്ക് മനസ്സിലായില്ലേ? അതെനിക്കറിയാം. എൻ്റെ മുഹ്സി പാവാടാ, അവൾക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. എൻ്റെ ഉമ്മയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്യാനും പ്രേരിപ്പിച്ചത്. ഒരിക്കലും പ്രേരിപ്പിച്ചു എന്നല്ല, അങ്ങനെ ആക്കി തീർത്തത്. ആ ഒരു ശക്തമായ ഗുളിക അവൾക്ക് കൊടുത്തതും എൻ്റെ കുഞ്ഞിനെ കൊന്നതും എൻ്റെ ഉമ്മ തന്നെയാണ്. എൻ്റെ പെറ്റുമ്മയായതുകൊണ്ട് ഞാനതെല്ലാം മറച്ചു വെച്ചു. പക്ഷേ എല്ലാം പഠിച്ചും കാണുന്നുണ്ടല്ലോ. വീട്ടിലേക്ക് എനിക്ക് സ്ഥാനമല്ല. ഞാൻ അവളുടെ കൂടെ കിടക്കണം. അതെ, ഷാഹിന എന്ന് പേരിട്ട ആ വേലക്കാരിയുടെ കൂടെ. അവൾക്കുള്ള ക്യാഷ് ഞാൻ കൊടുക്കുന്നുണ്ട്. അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതൊന്നും അവൾക്ക് വിഷയമല്ല. അവൾക്ക് അവിടെ നിന്നാൽ മതി. ജസ്റ്റ് ഒന്ന് അഭിനയിക്കുക, ചോറ് ചോദിക്കുക, അതൊക്കെയാണ് പറഞ്ഞത്. 1-2 മാസം കൂടി കഴിഞ്ഞാൽ അവളെ പറഞ്ഞേക്കണം. മതി, ഉമ്മ ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ, ആരും വേണ്ട. ഞങ്ങളേതായാലും ഉമ്മയുടെ അടുക്കലില്ലല്ലോ. ഉമ്മക്ക് സ്വാർത്ഥതയാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണം, പലരെയും ഒഴിവാക്കണം. അതിലേറ്റവും ഉമ്മക്ക് ഉള്ളത് ഞാനും മുഹ്സിനും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. ഞങ്ങൾ വേർപിരിയണം. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനേ പാടില്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യാൻ? എനിക്കാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജസീലെ, ഞാൻ എന്താടാ ചെയ്യുക? സിനാൻ, നീ വിഷമിക്കല്ലേ? ജസീലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരയുന്നു. നീ വിഷമിക്കല്ലടാ, അതിനൊക്കെ എത്ര വഴിയുണ്ട്. ആദ്യം നമുക്ക് മുഹ്സിനയുടെ വീട്ടുകാരുടെ ആ ഒരു തെറ്റിദ്ധാരണ അത് മാറ്റണം. അത് മാറ്റിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. എടാ, എല്ലാം വിജയിക്കും. പക്ഷെ എൻ്റെ ഉമ്മ കളവ് കൊണ്ട് മാത്രം ജയിക്കുന്നവളാണ്. ഉമ്മയായതുകൊണ്ട് പറയില്ല. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഉമ്മയുടെ മകനായി ജനിക്കേണ്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. എന്ത് ചെയ്യാം? എൻ്റെ ഉമ്മ കളവ് മാത്രം പറഞ്ഞ് എവിടെയും ജയിക്കുകയാണ്. ഇനി എന്തൊക്കെയോ ഉണ്ടാവുമോ? ഹേയ്, നീ വിഷമിക്കല്ലടാ. ഉമ്മാക്ക് ഏതായാലും ഒരു മരുമകൾ നീ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് മരുമകൾ. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും അവൾ പിരിച്ചു വിടല്ലേ. തൽക്കാലം അവളുടെ ഡ്യൂട്ടി അവൾ തുടർന്നോട്ടെ. നീ സാലറി കൊടുക്കുന്നില്ലേ? സാലറിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 30,000 രൂപ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്.
അവൾക്ക് അറബി വീട്ടിൽ വരെ 25,000 കിട്ടിയിരുന്നതെന്ന് പറഞ്ഞു. എന്നാലും ഭയങ്കര പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നു. കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു പെൺകുട്ടിയാണ്. കെട്ടിച്ചിട്ടുണ്ടെന്നും തോന്നൂല. ചെറിയൊരു കുട്ടിയാണ്. അവരുടെ ജീവിതം അവർ കഴിഞ്ഞോട്ടെ. ക്യാഷ് നമുക്ക് പ്രശ്നമല്ലല്ലോ, അതുണ്ടല്ലോ. അതുകൊണ്ട് അവർ ജീവിച്ചോട്ടെ. അതേടാ, തൽക്കാലം അവൾ അവിടെ നിൽക്കട്ടെ. മുഹ്സിനയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് മാത്രമാണ്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും സപ്പോർട്ടായിട്ട്. ജസീലിൻ്റെ ആശ്വാസവചനങ്ങൾ കേട്ട് സിനാൻ ഒരു നിമിഷം കരഞ്ഞുപോയി. എടാ, പഠിച്ചവനായിട്ടാണ് നിന്നെ എനിക്ക് ഇറക്കി തന്നത്. അല്ലാതെ എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ഞാൻ ആരോട് പറയും? എനിക്ക് ആരും പറയാനില്ല. അല്ല മാത്രം, പഠിച്ച റബ്ബ് മാത്രം. ഈ ഭൂമിയിലെ സൃഷ്ടികളോടൊന്നും ആരോടൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഒരിക്കലും എൻ്റെ വാക്കാരും വിശ്വസിക്കില്ല. ഞാൻ കള്ളനാണ്, കൊലപാതകിയാണ് എന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റികൾ വരെ എന്നെ അടിക്കുവാനും മർദ്ദിക്കുവാനും എന്നെ അവിടുന്ന് പറഞ്ഞയക്കുവാനും ശ്രമിച്ചു. എൻ്റെ ഉപ്പയടക്കം എല്ലാവരും, എൻ്റെ മുഹ്സി പോലും എന്നെ നോക്കിയില്ല. ജസീലിൻ്റെ തോളിൽ കിടന്ന് അതാ അവൻ പൊട്ടി പൊട്ടി കരയുന്നു. ഹേ, കരയല്ലടാ. അവൻ്റെ ആ കണ്ണുനീർ അതാ ജസീൽ തോർത്തി കൊടുക്കുന്നു. കരയല്ല സിനു, പ്ലീസ് കരയല്ലേ. നിനക്ക് ഞാനില്ലടാ. നിൻ്റെ കൂടപ്പിറപ്പായി ഞാൻ ജനിച്ചിട്ടില്ല എങ്കിലും നിൻ്റെ ഒരു കൂടപ്പിറപ്പായി ഞാൻ കൂടെയുണ്ട്. എന്നും നീ വിഷമിക്കല്ലേ. നീ കരയുന്നത് കാണാൻ എനിക്കാവില്ല. ആ ദിവസം സിനാന് ഉറക്കമേ വന്നില്ല. മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം അതാ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് അവൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. അല്ലാ, ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയുന്നില്ല. എൻ്റെ മുഹ്സിയെ, എൻ്റെ നിരപരാധിത്വം എനിക്കൊന്ന് തെളിയിക്കണം. ആ ഗുളിക കൊടുത്തത് ഞാനാണെന്നുള്ള തെറ്റിദ്ധാരണ വരെ അവൾക്ക് വന്നിട്ടുണ്ടാവും. അതുറപ്പാണ്. മുഹ്സി, എനിക്ക് കഴിയില്ല പെണ്ണെ നീ ഇല്ലാതെ ജീവിക്കാൻ. എനിക്ക് നിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ജസീലെ, നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ കരയല്ലേ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ, ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.